പത്രമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. 6/2/1998 സിറാജ്. ഇതിൽ കാണാം സലഫിക്കും വേണം ബദരീങ്ങൾ, ഒരു ഹെഡിങ്. ശരിക്കും മനസ്സിലായിക്കോ, ഇത് വേദന കൊണ്ട് പറയാണ്, കള്ളത്തരല്ലേ നിങ്ങൾ പ്രചരിപ്പിക്കാറുള്ളത്. സലഫിക്കും വേണം ബദരീങ്ങൾ. എന്നിട്ട് അതിലെന്താ പറയുന്നതറിയോ? ഞാൻ ഷാർജയിൽ നിന്ന് പ്രസംഗിച്ചിരുന്നു. എന്ത്? ബദരീങ്ങളുടെ ആ ദിവസത്തിൽ, ബദറാണ്ടിന്റെ ദിവസത്തിൽ അവിടെ വെച്ച് ബദർ ചരിത്രത്തെ സംബന്ധിച്ച് പ്രസംഗിച്ചപ്പോൾ അതിനെപ്പറ്റി കൊടുത്ത റിപ്പോർട്ട് എന്താണെന്നറിയോ? നിങ്ങൾ നോക്കൂ. ഇക്കഴിഞ്ഞ റമദാൻ 17-ന് UAE ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ഷാർജയിലെ മസ്ജിദ് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വഹാബികളുടെ തലമുതിർന്ന നേതാവും, ഞാൻ വലിയ തലമുതിർന്ന നേതാവാ, വഹാബികളുടെ തലമുതിർന്ന നേതാവും ഇസ്ലാഹി സെന്ററിന്റെ സജീവ പ്രവർത്തകനുമായ ഹുസൈൻ സലഫിയുടെ പ്രസംഗം സുന്നി ആശയങ്ങളെ അരക്കിട്ടുറപ്പിക്കുന്നതായിരുന്നു. ബദറിന്റെ സന്ദേശം എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിച്ച സലഫി പ്രസംഗത്തിലുടനീളം പരാമർശിച്ചത് ബദരീങ്ങൾ ആര്, കറാമത്തുകൾ, അവരെ ആദരിക്കേണ്ട രൂപം, പെരുമാറേണ്ട രീതി എന്നിത്യാദി കാര്യങ്ങളായിരുന്നു. പുറമെ രക്ഷയുടെയും ശിക്ഷയുടെയും അവസരത്തിലും ഉദ്ദേശ പൂർത്തീകരണത്തിനും ബദരീങ്ങളെ വിളിച്ച് സഹായത്തിന് ചോദിച്ചു കൊണ്ടിരിക്കണമെന്നും അവരെ അനുധാവനം ചെയ്തുകൊണ്ടേ ജീവിക്കാവൂ എന്നും സലഫി ആവർത്തിച്ച് വ്യക്തമാക്കുകയായിരുന്നു. ബദർമാലയും മൗലിദും മോയിൻകുട്ടി വൈദ്യരുടെ ബദറി ഈരടികളും ചൊല്ലി സുന്നി ആദർശ ശൈലിയിലായിരുന്നു പ്രസംഗം. ഇനി കേട്ടോ, ബദരീങ്ങളോട് അനാദരവ് കാണിക്കുന്നതും ഇകഴ്ത്തി പറയുന്നതും കടുത്ത തെറ്റാണെന്ന് സലഫി പറഞ്ഞു. എന്നിട്ടിങ്ങനെ പറഞ്ഞിട്ട് പറയണ്, യാ ബദർ, ബദർമാല പാടിക്കൊണ്ട് തന്നെ സലഫി സ്ഥിരപ്പെടുത്തുകയായിരുന്നു. പ്ലേഗ്, വസൂരി രോഗങ്ങൾ ബാധിച്ചാൽ യാ ബദർ ശുഹദാ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുകയും വേണം എന്ന് ഞാൻ പ്രസംഗിച്ചു. അപ്പൊ ഇതുവരുടെ ഒരു പരിപാടിയാണ് ഈ കളവ് ഇങ്ങനെ പറയല്. അത് ഷാർജയിലുള്ള ആളുകൾക്ക് അറിയണാണ്, എല്ലാവർക്കും അറിയണാണ്. ഈ നിലക്ക് സുഹൃത്തുക്കളെ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളിൽ ഇത് എഴുതിയൊരു സംഗതി ശരിയാ. സലഫിക്കും വേണം ബദരീങ്ങൾ, സംശയമൊന്നുമില്ല. ഈ ഉള്ളവനും വേണം ബദരീങ്ങൾ. എന്തിനാണെന്നറിയോ? അവരുടെ ആദർശത്തെ പിൻപറ്റാൻ അവരോട് സ്നേഹമുണ്ട്. ആ ആദർശത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ഇസ്ലാമികമായ